നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് SFI-കാരാണെന്നും ഇവരെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. LDYF പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നന്ദിക്കരയിൽ ബൈക്ക് കാറിലിടിച്ചു മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. അതിരപ്പള്ളി വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് പുലി കൊന്നത്. കൃഷ്ണൻ സൗവർണികയുടെ തൊക്കാമ്പ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമാകും. വാർത്തകൾ വിശദമായി. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് മണ്ഡലത്തിലെ ചെങ്ങാലൂർ ശാന്തിനഗറിൽ വൈകിട്ട് 4-നായിരിക്കും സമാപന സമ്മേളനം. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സനീഷ് കുമാർ ജോസഫ് MLA, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ KM ബാബുരാജ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന യാത്ര ചെങ്ങാലൂർ, സൂര്യഗ്രാമം, ആറ്റപ്പള്ളി, മറ്റത്തൂർക്കുന്ന്, വാസുപുരം വഴി അവിട്ടപ്പള്ളിയിൽ സമാപിക്കും. പുതുക്കാട്, മറ്റത്തൂർ, പറപ്പൂക്കര, വല്ലച്ചിറ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ യാത്രയിൽ അണിനിരക്കും. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ KM ബാബുരാജ്, സുധൻ കാരിയിൽ, സോമൻ മുത്തരത്തിക്കര, രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര എന്നിവർ പങ്കെടുത്തു. രാജ്യത്തുനിന്ന് നിലനിൽക്കുന്ന വർഗീയതയ്ക്കും മതവിദ്വേഷത്തിനും എതിരെയുള്ള വെറുപ്പിനെതിരെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP ശ്രീ TN പ്രതാപൻ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്ര ഫെബ്രുവരി 20-ാം തീയതി നമ്മുടെ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ 7 നിയോജകമണ്ഡലങ്ങളിൽ കൂടി ഗ്രാമാന്തരങ്ങളിൽ കൂടിയുള്ള വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്ര തുടങ്ങി വച്ചിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് SFI-കാരാണെന്നും ഇവരെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. KM ബാബുരാജ്, സുധൻ കാരയിൽ, സോമൻ മുത്തരത്തിക്കര, ഷാജു കാളിയങ്കര, രഞ്ജിത്ത് കൈപ്പിള്ളി, KJ ജോജു, TS രാജു, ഫ്രാൻസിസ് പറപ്പൂക്കര, രജനി സുധാകരൻ, ജോൺസൺ സാനി, AB പ്രിൻസ്, ആൻസി ജോബി എന്നിവർ പ്രസംഗിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തുടനീളം എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പന്തംകൊളുത്തി പ്രകടനം പുതുക്കാട് സെന്ററിൽ സമാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും ശ്രീ സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധ പന്തംകൊളുത്തി മാർച്ച് നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പന്തംകൊളുത്തി മാർച്ചാണ് ഇന്ന് ഈ പുതുക്കാട് സെന്ററിൽ സമാപിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ജനവിഭാഗങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. അവർ നിരാശയിലും ഭീതിയിലുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ജീവിത സാഹചര്യം മുന്നോട്ട് പോകുന്നത്. വിലക്കയറ്റത്തിലൂടെ പൊറിഞ്ഞുമുട്ടുന്ന ഒരു ജനവിഭാഗത്തിലേക്ക് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി ആമ്പല്ലൂരിൽ നടത്തിയ പ്രകടനം UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കല്ലൂർ ബാബു, പ്രിൻസൻ തയ്യാലക്കൽ, ഷെന്നി പനോക്കാരൻ, ആന്റണി കുറ്റൂക്കാരൻ, ആൻസ് കണ്ണമ്പുഴ, ജെൻസ് കണ്ണത്ത്, സനൽ മഞ്ഞളി, ചന്ദ്രൻ പുതിയടത്ത്, സന്തോഷ് പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു.
ചിരകാലമായ കമ്മ്യൂണിസ്റ്റുകാരൻ RTC ചന്ദ്രശേഖരൻ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ 51 വെട്ടി കൊന്നപ്പോൾ ഇവരുടെ ഹൃദയം ഉണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു. ഇവർക്ക് ഹൃദയമില്ല, ഇവർക്ക് രക്തമില്ല, ഇവരിലുള്ളത് ക്രൂരത മാത്രമാണ്. ആ ക്രൂരതയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ നിലനാട്ടം നിലനാട്ടം അത് തനതുമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമായി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് SFI ആണെന്നാരോപിച്ച് യുവമോർച്ച ആമ്പലൂർ മണ്ഡലം സമിതി ആമ്പലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് സവീഷ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ആമ്പലൂർ, പ്രേമൻ വടക്കുമുറി, ജനാർദ്ദനൻ പാലക്കൽ, വിദ്യാധരൻ കോപ്പാട്ടിൽ, ബാബു കാളക്കല്ല്, ആന്റണി ചക്കുംപീടിക, പ്രജോഷ് വട്ടനാത്ര, കൃഷ്ണപ്രസാദ് പുലക്കാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് വെള്ളത്തിന്റെ അംശം പോലും ആ ശരീരത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. എത്ര നിഷ്ഠൂരമാണ് ഈ കാട്ടാളന്മാർ ചെയ്യുന്നത്! ആ തരത്തിലേക്ക് കേരളത്തെ മാറ്റപ്പെട്ടിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSU തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. മാർച്ചിനിടെ നടുവിലാലിൽ വെച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഫ്ലക്സ് ബോർഡ് പ്രവർത്തകർ നശിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. പറയുന്ന നരാധമ സംഘടന മുന്നോട്ട് പോയപ്പോൾ അതിൽ ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി ഈ തൃശൂർ കോർപ്പറേഷനിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും അളഗപ്പ നഗർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമാകുന്നു. മാസം തോറും പണം അടയ്ക്കുന്നതല്ലാതെ വെള്ളം മാത്രം പൈപ്പിലൂടെ എത്തുന്നില്ലെന്ന് വീട്ടമ്മമാർ പരാതിപ്പെട്ടു. പ്രദേശത്തെ ഒട്ടുമിക്ക കിണറുകളും വറ്റിയതായും നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് വെള്ളം പമ്പ് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള സാങ്കേതിക വിഷയങ്ങൾ നിരത്തി അധികൃതർ കൈമലർത്തുകയാണ്. പല വീട്ടുകാരും ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നതെന്നും ഉടൻ ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയം ജല അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും വേഗം പരിഹരിക്കാനാകുമെന്നുമാണ് കരുതുന്നതെന്നും പഞ്ചായത്ത് അംഗം PK ശേഖരൻ അറിയിച്ചു. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും പരാതി പറയാറുണ്ട്. പക്ഷെ നമുക്ക് വെള്ളം വരുന്നത് പഞ്ചായത്തിൻ്റെ വെള്ളമാണ്. വെള്ളം കിട്ടാണ്ടായിട്ട് 1.5 മാസത്തിന് മേലെയായി. അപ്പോൾ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. ഇത്രയും വീട്ടുകാർക്ക് പലരും വെള്ളം കിണറ്റിൽ വെള്ളം അടിച്ച ആൾക്കാരുണ്ട്. കണ്ടമാനം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണിത്. നമുക്കിവിടെ വെള്ളം വരുന്നത് പഞ്ചായത്തിൻ്റെ വെള്ളമാണ് വരുന്നത്. അത് ഈ കരുവാപ്പടി ഇവിടെ ഇറിഗേഷൻ്റെ ഇന്നാണ് നമുക്ക് അടിച്ച് കിട്ടാറ്. അവിടെ പമ്പ് കേടായി എന്ന് പറഞ്ഞിട്ട് പുതിയ പമ്പ് പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റോഡ് പണിയുടെ സമയത്ത് ഇവിടെ വാൽവിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് അത് മാറ്റി കൊടുക്കാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 44 രൂപയാണ് മുന്നടച്ചിരുന്നത് വെള്ളത്തിന്. ഇപ്പോൾ അത് 140 ആയി. വെള്ളം വരുന്നില്ല. എല്ലാ മാസവും അടയ്ക്കണേൽ കുറവില്ല പൈസ. അവര് വന്ന് പറയണത് ഞങ്ങൾക്കറിയില്ല, വെള്ളം വരാത്തത് എന്താ, നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുന്ന പറയണം. ഞങ്ങള് അവിടെ അന്വേഷിക്കുമ്പോൾ അവര് പറയണത് അവർക്ക് ഇതിനെപ്പറ്റി ഒരു പിടുത്തമില്ലാത്തതാണ് അവരുടെ വർത്താനം. കരുവാപ്പടി ജംഗ്ഷനിൽ നിന്നാണ് ഇവിടേക്ക് പമ്പിങ് വരുന്നത്. ആ പമ്പിങ് ഇവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ പുറകിലായിട്ട് വാൽവ് വെച്ചിട്ടുണ്ട്. ആ വാൽവിലുള്ള തടസ്സമാണ് ഇപ്പോൾ ഇവിടേക്ക് കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം. ഇവിടെ 50-60 കുടുംബങ്ങളുണ്ട്. LDYF പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് അധ്യക്ഷത വഹിച്ചു. KS റോസൽരാജ്, PD നെൽസൺ, CA വൈശാഖ്, PN വിഷ്ണു, KS അഞ്ജലി, VN അനീഷ്, രാജലക്ഷ്മി, റെനീഷ്, VR രബീഷ്, MP സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും പ്രധാനമായി ഈ രാജ്യത്തെ യുവത്വങ്ങളെ തന്നെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും മേജർ പോർഷൻ വോട്ട് എന്ന് പറയുന്നതും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 18 വയസ്സിനും 50 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഈ രാജ്യത്തെ മേജർ വോട്ട് ഷെയറിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് കാണാൻ വേണ്ടി കഴിയും. ദേശീയപാത നന്ദിക്കരയിൽ ബൈക്ക് കാറിലിടിച്ചു മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. എറണാകുളം സ്വദേശി 34 വയസ്സുള്ള സന്ദീപിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 10:30-ഓടെയായിരുന്നു അപകടം.
തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ബൈക്ക് കാറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബൈക്ക് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്ന് 108 ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പറപ്പുകര പഞ്ചായത്ത് 6-ാം വാർഡിൽ പന്തല്ലൂരിൽ 3.19 ലക്ഷം രൂപ ചെലവിൽ പുതിയതായി നിർമ്മിച്ച ചില്ലായിൽ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, ദീപ മോഹനൻ എന്നിവർ സംസാരിച്ചു. വീടുകളുടെ എണ്ണം അല്ലെങ്കിൽ അത് നോക്കിയിട്ടല്ല, എല്ലാ പ്രദേശങ്ങളിലേക്കും റോഡും വെളിച്ചവും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കാനായി പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. നടുവം ഹരി മുഖ്യ ആചാര്യനായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാടും മേൽശാന്തി കുറുംകാട്ടിൽ മനോജ് നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒമ്പതിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും മാർച്ച് 8 വെള്ളിയാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതം എടുത്തുവരുന്ന എല്ലാ ഭക്തർക്കും മഹാദേവന്റെ ശ്രീകോവിലിന് അകത്ത് പ്രവേശിച്ച് പൂജാരിയില്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അന്നേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും പിറ്റേന്ന് പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് പുലി കൊന്നത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. രാവിലെ പശുവിനെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചെക്ക് പോസ്റ്റിന് സമീപം പശുവിൻ്റെ ജഡം കണ്ടെത്തിയത്. പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കാലങ്ങളായി പ്രദേശത്ത് പുലിയുടെയും കാട്ടാനയുടെയും ശല്യം രൂക്ഷമാണ്. നേരത്തെ ഏഴാറ്റുമുഖത്ത് പുലി പശുക്കിടാവിനെ കൊന്ന് മരത്തിന് മുകളിൽ തൂക്കിയിട്ട സംഭവം ഉണ്ടായിരുന്നു. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി മലക്കപ്പാറ മേഖല. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചത്. 2 ദിവസം മുൻപാണ് ചാലക്കുടി DFO ഓഫീസിന് മുൻപിൽ MLA സനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വന്യജീവി പ്രതിരോധത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയത്. നാളുകൾക്ക് മുൻപ് മലക്കപ്പാറയിൽ പുഴയിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാനായി പോയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനെ പുലി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. പുലിയുടെയും കാട്ടാനയുടെയും നിരന്തരമായുള്ള ആക്രമണത്തിൽ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും വിനോദസഞ്ചാരികളടക്കം ഭീതിയിലാണ്. കൃഷ്ണൻ സൗവർണികയുടെ തൊക്കാമ്പ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. എഴുത്തകം അമ്പലൂർ, KV വേലായുധൻ സ്മാരക വായനശാല, പുരോഗമന കലാസാഹിത്യ സംഘം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവരുടെ സംഘാടനത്തിലായിരുന്നു പരിപാടി. കവി C രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. TG അജിത പുസ്തകം ഏറ്റുവാങ്ങി. രാജൻ നെല്ലായി, EK സത്യൻ, P തങ്കം, ശശിധരൻ കളരിക്കൽ, വർഗീസ് ആന്റണി, രാജ്കുമാരി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലം LDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അഭിവാദ്യമർപ്പിച്ച് BJP ആമ്പലൂർ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, സന്ദീപ് ആമ്പലൂർ, ജനാർദ്ദനൻ പാലക്കൽ, ആന്റണി ചക്കുംപീടിക, നിവീഷ് സുധാകരൻ, വിദ്യാധരൻ കോപ്പാട്ടിൽ, അനിൽകുമാർ തൃക്കൂർ, ബാബു കാളക്കല്ല്, പ്രേമൻ വടക്കുമുറി എന്നിവർ നേതൃത്വം നൽകി. പാവങ്ങളുടെ പടത്തലവ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥി, സുരേഷ് ഗോപി സ്ഥാനാർത്ഥി, സുരേഷ് ഗോപി സ്ഥാനാർത്ഥി, സുരേഷ് ഗോപി സ്ഥാനാർത്ഥി, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി നിലനിർത്താനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, ആശാ വർക്കർ ജോഷി ജോയ്, MLSP നഴ്സ് R അശ്വിനി എന്നിവർ സംബന്ധിച്ചു. ദേശീയ പൾസ് പോളിയോ പരിപാടിയുടെ ഭാഗമായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണം പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം, പണം കവർന്നു. ചക്കരപ്പാടം പോസ്റ്റ് ഓഫീസിന് സമീപം സെയ്ഫുദ്ദീന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത്. മുറിക്കകത്തെ അലമാരകളും മേശവലിപ്പുകളും തുറന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. സെയ്ഫുദ്ദീനും ഭാര്യയും ഉംറയ്ക്ക് പോയിരിക്കുകയാണ്.
വീട്ടിലെത്തിയ യുവാവാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വേനൽക്കാല കുടിവെള്ള ആവശ്യങ്ങൾക്കായി പീച്ചി ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരം പീച്ചി ഇടത് വലതുകര കനാലുകൾ തുറന്നിരുന്നു. വരൾച്ചാ സാഹചര്യം മുന്നിൽ കണ്ട് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനും അധികൃതരുടെ അനുമതി കൂടാതെ സ്പൗട്ടുകൾ തുറന്ന് ജലം പാഴാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമുള്ള സഹായ സഹകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജവഹർ ബാലഭവനിൽ ഏപ്രിൽ മെയ് അവധിക്കാല ക്യാമ്പ് നടക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഒഴിവുകളിലേക്ക് മാർച്ച് 21 രാവിലെ 10 അഭിമുഖം നടത്തുന്നു. ഇൻസ്ട്രക്ടർ, പ്രീ പ്രൈമറി ടീച്ചർ 3, സംഗീതം 1, ചിത്രകല 1, അസിസ്റ്റന്റ് ശില്പകല, ജൂഡോ, മാജിക്, കമ്പ്യൂട്ടർ, നൃത്തം, ഗിറ്റാർ, കുങ്ഫു ഓരോ ഒഴിവുകൾ, ഹെൽപ്പർ ക്രാഫ്റ്റ്, ചിത്രകല, വയലിൻ ഓരോ ഒഴിവുകൾ വീതം എന്നിങ്ങനെയാണ് നിയമനം. യോഗ്യത തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ സഹിതം ചെമ്പുക്കാവിലുള്ള ജവഹർ ബാലഭവൻ ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 2332 909. ജവഹർ ബാലഭവനിൽ ഏപ്രിൽ മെയ് അവധിക്കാല ക്യാമ്പ് നടക്കുന്നതിന്റെ ഭാഗമായി സ്വീപ്പർ തസ്തികയിൽ 4 ആയ 4 ഗേറ്റ് കീപ്പർ തസ്തികയിൽ 1 ഒഴിവുമുണ്ട്. താല്പര്യമുള്ളവർ മാർച്ച് 23 രാവിലെ 10 നടത്തുന്ന അഭിമുഖത്തിന് യോഗ്യത തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ സഹിതം ചെമ്പുക്കാവിലുള്ള ജവഹർ ബാലഭവൻ ഓഫീസിൽ എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 2332 909. 2024 തൃശൂർ പൂരം എക്സിബിഷനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് പവലിയനിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിലെ കുടുംബശ്രീ, ചെറുകിട വ്യവസായ, പരമ്പരാഗത കരകൗശല, പട്ടികജാതി പട്ടികവർഗ സംരംഭങ്ങൾക്ക് മാർച്ച് 13 വൈകിട്ട് 5 വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ഉദ്യം രജിസ്ട്രേഷൻ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഐസ്ക്രീം, ജ്യൂസ്, ചായ, കാപ്പി, പാനീയങ്ങൾ, ലഘുഭക്ഷണ ഇനങ്ങൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് സ്റ്റാൾ അനുവദിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2360 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. നെല്ലായി പോങ്കോത്ര കല്ലിക്കടവിൽ പരേതനായ മാണിക്കുട്ടിയുടെ ഭാര്യ പാർവതി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വേണുഗോപാൽ, ബീന, മധു എന്നിവർ മക്കളും ബിന്ദു, ഗോപിദാസ്, ബിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് SFIക്കാരാണെന്നും ഇവരെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. LDYF പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നന്ദിക്കരയിൽ ബൈക്ക് കാറിലിടിച്ചു മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. അതിരപ്പള്ളി വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് പുലി കൊന്നത്. കൃഷ്ണൻ സൗവർണികയുടെ തൊക്കാമ്പ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമാകും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.